നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പഞ്ഞക്കർക്കിടകം പടികടന്നു. സമ്പദ് സമൃദ്ധിയുടെ ചിങ്ങപ്പുലരിയെ വരവേറ്റ മലയാളക്കര. ചിങ്ങം കാർഷിക സമൃദ്ധിയുടെ വിളവെടുപ്പ് കാലവും പുതുവർഷാരംഭവും. കർഷക ദിനാചരണങ്ങൾ സംഘടിപ്പിച്ച മലയോരവും. സ്കൂൾ മുറ്റത്തും കാട്ടാന വിളയാട്ടം. കൂട്ടമായി എത്തിയ കാട്ടാനകൾ സ്കൂൾ കെട്ടിടം ഇടിച്ചു നിരത്തി. മൂന്നാർ നൈമക്കാട് ഈസ്റ്റിലുള്ള LP സ്കൂൾ കെട്ടിടമാണ് കാട്ടാനകൾ തകർത്തത്. ഭക്ഷ്യധാന്യങ്ങളും കാട്ടാനക്കൂട്ടം ഭക്ഷിച്ചു. ആദിവാസി ഗോത്രമേഖലകളിലെ ടൂറിസം സാധ്യതകളുടെ പ്രാധാന്യം ഉൾക്കൊണ്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. ഗോത്രവിഭാഗത്തെ സർക്കാർ ചേർത്ത് നിർത്തുകയാണെന്നും മന്ത്രി. സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രങ്ങളിലൊന്നായ വാളറ ചീയപ്പാറയിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് പ്രവർത്തനക്ഷമമാക്കി പോലീസിന്റെ സേവനം ഉറപ്പാക്കണമെന്ന ആവശ്യം. ഉണ്ടായിരുന്ന എയ്ഡ് പോസ്റ്റ് അടച്ചിട്ട വർഷങ്ങൾ പിന്നിട്ടു. വിശദമായ വാർത്തകളിലേക്ക്. പഞ്ഞക്കർക്കിടകം പടികടന്നു. സമ്പദ് സമൃദ്ധിയുടെ ചിങ്ങപ്പുലരിയെ വരവേറ്റ മലയാളക്കര. ചിങ്ങം മലയാളിക്ക് പൊന്നോണക്കാലം മാത്രമല്ല, കാർഷിക സമൃദ്ധിയുടെ വിളവെടുപ്പ് കാലവും പുതുവർഷ ആരംഭവുമാണ്. കേരളീയർക്ക് കർഷക ദിനം കൂടിയാണ് ചിങ്ങം 1. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും വരവറിയിച്ച് പൊന്നോണം വിരുന്നെത്തുന്ന മാസത്തിലെ ആദ്യ ദിനമാണ് ചിങ്ങം 1. മലയാള മാസത്തിലെ ഏറ്റവും സുന്ദരവും വർണ്ണാഭവുമായ മാസം. മണ്ണിനോടും മഴയോടും മല്ലടിച്ച് സമൃദ്ധി വിളയിക്കുന്ന കാർഷിക സ്മരണകളുടെ ദിനം കൂടിയാണ് ചിങ്ങം 1. പഞ്ഞക്കർക്കിടകത്തിന്റെ വറുതിയിൽ നിന്ന് കർഷകർക്ക് പ്രതീക്ഷ പകരുന്ന ദിനങ്ങൾ. ചിങ്ങം 1 കർഷക ദിനവും മലയാള മാസത്തിലെ പുതുവർഷാരംഭവുമാണ്. കാർഷിക സമൃദ്ധിയുടെ ഓർമ്മപ്പെടുത്തലാണ് ചിങ്ങം. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും വരവറിയിച്ച് പൊന്നോണം വിരുന്നെത്തുന്നതിനു മുമ്പ് വിളവെടുപ്പും ആരംഭിക്കും. ഓണവിപണിയിലേക്ക് എത്താനായി പച്ചക്കറികളും ചേനയും ചേമ്പുമടക്കമുള്ള തന്നാണ്ട് വിളകളും കർഷകന്റെ ഓണക്കാല പ്രതീക്ഷകളാണ്. മലയാളിക്ക് അന്യമായിക്കൊണ്ടിരിക്കുന്ന കൊയ്ത്താണ് ചിങ്ങമാസത്തിലെ പ്രധാന വിശേഷം. പാടത്ത് വിളഞ്ഞ പൊന്നിൻ കതിർ കൊയ്ത് അറകളും പത്തായങ്ങളും നിറയ്ക്കുന്ന സമൃദ്ധിയുടെ മാസം. പണ്ടുകാലങ്ങളിലൊക്കെ സ്വർണവർണ്ണ ശോഭയോടെ വിളഞ്ഞു കിടക്കുന്ന പാടങ്ങളാൽ സമൃദ്ധമായിരുന്നു കേരളം. പ്രതിസന്ധികളിൽ നിൽക്കുമ്പോൾ അതിനെയെല്ലാം മറികടക്കുന്നത് പൊന്നോണക്കാലത്തിന്റെ വലിയ പ്രതീക്ഷകൾ കൊണ്ടാണ്. ആ പ്രതീക്ഷയോടെ തന്നെയാണ് ഇത്തവണയും മലയാളികളും മലയോരവും ചിങ്ങപ്പുലരിയെ വരവേറ്റത്. ന്യൂസ് ഡെസ്ക് സിറ്റി വിഷൻ. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് ശാന്തമ്പാറ കൃഷിഭവന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കർഷക ദിനം ആചരിക്കുകയും കർഷകരെ ആദരിക്കുകയും ചെയ്തു. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന കാർഷിക ദിനാചരണം ഉടുമ്പൻചോല MLA MM മണി ഉദ്ഘാടനം ചെയ്തു. ശാന്തമ്പാറ ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കർഷക ദിനം ആചരിച്ചു. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ വിവിധ മേഖലകളിൽ കാർഷിക വിജയം കൈവരിച്ച കർഷകരെ ആദരിച്ചു. മികച്ച മുതിർന്ന കർഷകൻ, ജൈവ കർഷകൻ, സമ്മിശ്ര കർഷകർ, തേനീച്ച കർഷകർ, കുട്ടി കർഷകർ, ക്ഷീര കർഷകർ, വനിതാ കർഷക, നെൽകർഷകൻ തുടങ്ങി വിവിധ കാർഷിക മേഖലയിൽ വിജയം കൈവരിച്ചവരെ ചടങ്ങിൽ ആദരിക്കുകയും അവാർഡുകൾ വിതരണം ചെയ്യുകയും ചെയ്തു. കർഷക ദിനം ഉടുമ്പൻചോല MLA MM മണി ഉദ്ഘാടനം ചെയ്തു. ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ദിലീപ് കർഷക ദിന സന്ദേശം നൽകി. ദേവികുളം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ജയന്തി പദ്ധതി വിശദീകരണവും നടത്തി. ചടങ്ങിൽ പച്ചക്കറി തൈകളുടെയും വിത്തുകളുടെയും വിതരണവും നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജു വർഗീസിന്റെ നേതൃത്വത്തിൽ നടന്ന കർഷക ദിനത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിത്യ സെലിൻ, കൃഷി ഓഫീസർ KN ബിനിത, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സേനാപതി ശശി,
ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ, കർഷകർ, കൃഷിവകുപ്പ് ജീവനക്കാർ, കാർഷിക വികസന സമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് കാർഷിക സെമിനാറും നടന്നു. സിറ്റി വിഷൻ, പൂപ്പാറ. ചിങ്ങം എന്ന കർഷക ദിനത്തിൽ ഉപ്പുതറ പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിൽ കർഷക ദിനവും കർഷകരെ ആദരിക്കലും നടന്നു. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നിർണകുന്നൽ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജേക്കബ് അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP ജോൺ, ജില്ലാ പഞ്ചായത്ത് അംഗം ആശ ആന്റണി, നോഡൽ DD ആശ S, അനീഷ് P കൃഷ്ണൻ, സോണി ജോസഫ്, പഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. പഞ്ചായത്തിൽ തിരഞ്ഞെടുത്ത 18 മികച്ച കർഷകരെ പരിപാടിയിൽ ആദരിച്ചു. സ്കൂൾ മുറ്റത്തും കാട്ടാന വിളയാട്ടം. കൂട്ടമായിട്ടെത്തിയ കാട്ടാനകൾ സ്കൂൾ കെട്ടിടം ഇടിച്ചു നിരത്തി. മൂന്നാർ നൈമക്കാട് ഈസ്റ്റിലുള്ള LP സ്കൂൾ കെട്ടിടമാണ് കാട്ടാനകൾ തകർത്തത്. കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിനായി സൂക്ഷിച്ചിരുന്ന അരിയടക്കമുള്ള ഭക്ഷ്യധാന്യങ്ങളും കാട്ടാനക്കൂട്ടം അകത്താക്കി. നൈമക്കാട് ഈസ്റ്റിലുള്ള LP സ്കൂളിന്റെ ഗേറ്റ് അടക്കം തകർത്ത മുറ്റത്തെത്തിയ 3 കാട്ടാനകൾ പ്രധാനാധ്യാപകന്റെ ക്വാർട്ടേഴ്സ്, സമീപത്തെ ഷെഡ്, പ്രധാന സ്കൂൾ കെട്ടിടത്തിലെ അടുക്കള, സ്റ്റോർ റൂം എന്നിവ ഇടിച്ചു നിരത്തി. അടുക്കളയിൽ സൂക്ഷിച്ചിരുന്ന ഗ്യാസ് അടുപ്പുകളും കുട്ടികൾക്ക് ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളും നശിപ്പിച്ച ശേഷമാണ് സമീപത്തെ സ്റ്റോർ റൂമിൽ സൂക്ഷിച്ചിരുന്ന അരി ഉൾപ്പെടെയുള്ള ഭക്ഷണ സാധനങ്ങൾ വലിച്ചു പുറത്തിട്ട് ഭക്ഷിച്ചത്. സ്കൂൾ കെട്ടിടത്തിന്റെ വാതിലുകളും ജനാലകളും ഭിത്തികളും തകർത്തു. ഇതിനുശേഷം പുലർച്ചെയാണ് ആനകൾ കാട്ടിലേക്ക് മടങ്ങിയത്. കുട്ടികൾക്കുള്ള 15 ദിവസത്തെ പ്രഭാത ഉച്ചഭക്ഷണത്തിനുള്ള ഭക്ഷ്യവസ്തുക്കളാണ് കാട്ടാനകൾ നശിപ്പിച്ചത്. സ്കൂളിലെത്തുന്ന കുട്ടികൾക്ക് ഭക്ഷണം നൽകാൻ ഒരു മാർഗവുമില്ലാത്ത അവസ്ഥയിലാണ് അധ്യാപകർ. തോട്ടം തൊഴിലാളികളുടെയും അതിഥി തൊഴിലാളികളുടെയും ഉൾപ്പെടെ 33 കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത്. കാട്ടാനപ്പേടിയിൽ സ്കൂൾ തുറക്കാൻ തന്നെ കഴിയാത്ത അവസ്ഥയിലാണെന്നും കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നും അധ്യാപകരും രക്ഷിതാക്കളും ആവശ്യപ്പെടുന്നു. സിറ്റി വിഷൻ, മൂന്നാർ. ഇരവികുളം ദേശീയോദ്യാനത്തിൽ വരയാടുകളുടെ 2025 കണക്കെടുപ്പ് പൂർത്തിയായി. പുതിയ 144 വരയാടിൻ കുഞ്ഞുങ്ങളെ സെൻസസിൽ കണ്ടെത്തി. ആകെ വരയാടുകളുടെ എണ്ണം 841 ഉയർന്നു. ലോകത്ത് ഏറ്റവും അധികം വരയാടുകൾ കാണപ്പെടുന്ന പ്രദേശമാണ് ഇരവികുളം. കഴിഞ്ഞ ഏപ്രിൽ 24 മുതൽ 27 വരെയാണ് വരയാടുകളുടെ കണക്കെടുപ്പ് നടന്നത്. പശ്ചിമഘട്ടത്തിന്റെ തെക്കുഭാഗത്ത് കേരളത്തിലും തമിഴ്നാട്ടിലുമായി വ്യാപിച്ചു കിടക്കുന്ന മലനിരകളാണ് നീലഗിരിത്താറിന്റെ പ്രധാന ആവാസ കേന്ദ്രം. ഷെഡ്യൂൾ 1-ൽപ്പെട്ട വരയാടിനെയും അവയുടെ ആവാസ വ്യവസ്ഥയും സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇരവികുളം നാഷണൽ പാർക്ക് സ്ഥാപിതമായത്. ബൗഡഡ കൗണ്ടിംഗ് ടെക്നിക്, ക്യാമറ ട്രാപ്പ് എന്നീ ശാസ്ത്രീയ മാർഗങ്ങൾ ഉപയോഗിച്ചാണ് വരയാടുകളുടെ എണ്ണം കണ്ടെത്തിയത്. 16 ബ്ലോക്കുകളിലായി പരിചയസമ്പന്നരായ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ, ഫോറസ്ട്രി കോളേജ് വിദ്യാർത്ഥികൾ, കാർഷിക സർവകലാശാല ഉദ്യോഗസ്ഥർ എന്നിവരടക്കം 100ഓളം പേർ കണക്കെടുപ്പിൽ പങ്കെടുത്തു. ബ്ലോക്കുകളിൽ ക്യാമ്പ് ചെയ്താണ് കണക്കെടുപ്പ് നടത്തിയത്. 2005 മുതൽ തുടർച്ചയായി വനംവകുപ്പ് വരയാടുകളുടെ പോപ്പുലേഷൻ എസ്റ്റിമേഷൻ നടത്തിവരുന്നു. സൗത്ത് ഇന്ത്യയിൽ കാണപ്പെടുന്ന ഏക മൗണ്ടൻ ഗോട്ടാണ് വംശനാശ ഭീഷണി നേരിടുന്നതും AIUCN റെഡ് ഡേറ്റ ബുക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതുമായ വരയാട്. സിറ്റി വിഷൻ, മൂന്നാർ. ആദിവാസി ഗോത്രമേഖലകളിലെ ടൂറിസം സാധ്യതകളുടെ പ്രാധാന്യം ഉൾക്കൊണ്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. പട്ടികവർഗ വികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഇടുക്കി ജില്ലാതല ഊരുകൂട്ട സംഗമം നാടുകാണി ട്രൈബൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഇടുക്കിയുടെ വരുംകാല വികസനത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തേണ്ടത് ചെറുതും വലുതുമായ ടൂറിസം പദ്ധതികളിലാണ്. അതിൽ ട്രൈബൽ സെറ്റിൽമെന്റുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. മറ്റൊരിടത്തും കാണാൻ കഴിയാത്ത തരത്തിൽ പരമ്പരാഗത ആചാരങ്ങളും രീതികളും ചിന്തകളും അന്യം നിന്നു പോകാതെ സംരക്ഷിക്കുന്ന സംസ്കൃതിയുമുള്ള ഒരു ജനവിഭാഗം ഇടുക്കിയിലുമുണ്ട്.
ആദിവാസി ഗോത്ര മേഖലകളിലെ ടൂറിസം സാധ്യതകളുടെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. നമ്മുടെ ഉന്നതങ്ങളിലേക്കുള്ള റോഡുകൾ, അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ കഴിയുന്നതൊക്കെ മെച്ചപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും പോരായ്മകൾ അവശേഷിക്കുന്നുണ്ട്. ആ പോരായ്മകളെല്ലാം പരിഹരിക്കാൻ കഴിയത്തക്കവിധത്തിലുള്ള പദ്ധതികളുടെ ആവിഷ്കാരം. എന്നാൽ ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ, ഫണ്ടിന്റെ വിനിയോഗത്തിൽ വരുന്ന വീഴ്ചകൾ ഗൗരവമായി പരിശോധിക്കേണ്ടതാണ്. ഉദ്ദേശ ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കാത്ത വിധത്തിൽ ഫണ്ടിന്റെ വിനിയോഗം നല്ല നിലയിൽ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കാലതാമസം ഉണ്ടാക്കുക, അത്തരം കാലതാമസങ്ങളെ നല്ല നിലയിൽ കണ്ടെത്തി അതിനാവശ്യമായ പരിഹാരമാർഗങ്ങൾ ദർശിക്കുക. പരിപാടിയിൽ വനാവകാശ രേഖകളുടെ വിതരണം മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. ഗോത്ര വിഭാഗങ്ങളിൽ നിന്നും വിവിധ മേഖലകളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച വ്യക്തികളെയും SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു. തുടർന്ന് പട്ടികവർഗ വികസനം ഇന്നലെ, ഇന്ന്, നാളെ എന്ന വിഷയത്തിൽ സെമിനാർ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീർണാകുന്നേൽ അധ്യക്ഷത വഹിച്ചു. കോവിൽമല രാജാവ് രാമൻ രാജമന്നാൻ വിശിഷ്ട വ്യക്തിയായി പങ്കെടുത്തു. അറക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനോദ് KS, ജില്ലാ പഞ്ചായത്ത് അംഗം രാജേന്ദ്രൻ, ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സെൽവരാജൻ TR തുടങ്ങിയ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, കട്ടപ്പന. സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രങ്ങളിലൊന്നായ വാളറ ചീയപ്പാറയിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് പ്രവർത്തനക്ഷമമാക്കുകയും ഇവിടെ പോലീസിന്റെ സേവനം ലഭ്യമാക്കുകയും വേണമെന്ന ആവശ്യം. മുമ്പ് ഇവിടെ ഒരു പോലീസ് എയ്ഡ് പോസ്റ്റ് പ്രവർത്തിച്ചു വന്നിരുന്നു. പിന്നീടത് ഇല്ലാതായി. ദിവസവും നൂറുകണക്കിന് സഞ്ചാരികൾ വന്നു പോകുന്ന ഇടമെന്ന നിലയിൽ ഈ പോലീസ് എയ്ഡ് പോസ്റ്റ് വീണ്ടും പ്രവർത്തനക്ഷമമാക്കണമെന്നാണ് ആവശ്യം. മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ ഇടത്താവളങ്ങളിലൊന്നാണ് ചീയപ്പാറ വെള്ളച്ചാട്ടം. വിദേശ വിനോദസഞ്ചാരികളടക്കം ദിവസവും നൂറുകണക്കിന് സഞ്ചാരികൾ ചീയപ്പാറയിൽ വന്നു പോകുന്നു. വഴിയോരക്കടകൾ നടത്തി വരുമാനം കണ്ടെത്തുന്നവരും ഇവിടെയുണ്ട്. ദേശീയപാതയിൽ നിന്നാൽ തന്നെ ചീയപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി ആസ്വദിക്കാം. ഇക്കാരണം കൊണ്ട് തന്നെ ദേശീയപാതയിലടക്കം ചീയപ്പാറയിൽ പകൽ സഞ്ചാരികളുടെ വലിയ തിരക്കുണ്ട്. ദേശീയപാതയോരത്ത് തന്നെയാണ് സഞ്ചാരികൾ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത്. അവധി ദിവസങ്ങൾ എത്തുന്നതോടെ ഇവിടെ സഞ്ചാരികളുടെയും വാഹനങ്ങളുടെയും തിരക്ക് ഇരട്ടിയാകും. ചില സമയങ്ങളിൽ ഗതാഗതക്കുരുക്കിനും ഇത് ഇടവരുത്താറുണ്ട്. ദിവസവും നൂറുകണക്കിന് സഞ്ചാരികൾ വന്നു പോകുന്ന ഇടമെന്ന നിലയിൽ ചീയപ്പാറയിൽ പോലീസിന്റെ സേവനം ലഭ്യമാക്കണമെന്നാണ് ആവശ്യം. നിലവിൽ അവിടെ ഒരു എയ്ഡ് പോസ്റ്റ് പണ്ട് സ്ഥാപിച്ചിരുന്നു. ഒരു പോലീസുകാരൻ്റെ ഡ്യൂട്ടി കിട്ടാറില്ല. കുറച്ച് കാലങ്ങളായിട്ട് എയ്ഡ് പോസ്റ്റ് പ്രവർത്തനരഹിതമാണ്. എന്നാൽ ഇപ്പോൾ ഈ ഓണമൊക്കെ വരികയല്ലേ, ഈ സമയത്ത് അവിടെ ഫോട്ടോ എടുക്കുന്ന തിക്കും തിരക്കും, വാഹനങ്ങൾ നിർത്തുന്നതും അതുപോലെ തന്നെ മറ്റേ റൂട്ട് ബസ്സൊക്കെ പോകുന്ന തടസ്സങ്ങൾ നേരിടുന്നുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ എയ്ഡ് പോസ്റ്റ് പ്രവർത്തിക്കുകയും അവിടെ ഒരു പോലീസുകാരനെ ഡ്യൂട്ടിക്ക് ഇട്ടാൽ ഈ റോഡിലെ ഗതാഗത തടസ്സം മാറി കിട്ടുന്നതിനും ടൂറിസ്റ്റുകൾക്കും അവർക്ക് ഭംഗിയായിട്ട് ഫോട്ടോ എടുത്ത് പോകുന്നതിനും വാഹനങ്ങൾ ഭംഗിയായിട്ട് പാർക്ക് ചെയ്യാനൊക്കെ സാധിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ ഈ എയ്ഡ് പോസ്റ്റ് മുമ്പ് ഇവിടെ ഒരു പോലീസ് എയ്ഡ് പോസ്റ്റ് പ്രവർത്തിച്ചു വന്നിരുന്നു. പിന്നീടത് ഇല്ലാതായി. പോലീസ് എയ്ഡ് പോസ്റ്റിന്റെ അവശിഷ്ടങ്ങൾ ഇവിടെ അവശേഷിക്കുന്നുണ്ട്. തിരക്കേറുന്ന സമയങ്ങളിൽ ദേശീയപാത വഴിയുള്ള ഗതാഗതം സുഗമമാക്കുന്നതിനും സഞ്ചാരികൾക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾക്കും സഹായത്തിനും പോലീസിന്റെ സേവനം പ്രയോജനം ചെയ്യും. മുമ്പുണ്ടായിരുന്ന പോലീസ് എയ്ഡ് പോസ്റ്റ് വീണ്ടും പ്രവർത്തനക്ഷമമാക്കണമെന്നാണ് ആവശ്യം. സിറ്റി വിഷൻ, അടിമാലി. ഇനിയൊരു ഇടവേള. ആദ്യമായിട്ടായിരുന്നു അവൾക്കൊരു സമ്മാനം വാങ്ങാൻ പോകുന്നത്. പക്ഷേ അവളുടെ ഇഷ്ടങ്ങളൊക്കെ മറ്റൊന്നായിരുന്നു. എനിക്ക് നിറവേറ്റാവുന്നതിലും അപ്പുറം. എന്റെ കുഞ്ഞു സമ്മാനങ്ങളൊന്നും അവളെ സന്തോഷപ്പെടുത്തിയില്ല. അപ്പോഴാണ് അവൾക്ക് നേരെ ആ കൈകൾ നീളുന്നത്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം
വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലവും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. ക്ഷീരകർഷകർ നാടിന്റെ നട്ടെല്ലാണെന്നും നാടിന്റെ സമഗ്രമാറ്റം സ്ഥിരമായി നിലനിർത്താൻ ക്ഷീരമേഖലയ്ക്ക് സാധിച്ചുവെന്നും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. ക്ഷീരവികസന വകുപ്പ് ഇടുക്കി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഇടുക്കി ബ്ലോക്ക് ക്ഷീരസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പാൽ ഉൽപാദന രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കാൻ നാം വലിയ മുന്നേറ്റം നടത്തി. കേരളത്തിൽ 3600-ലധികം ക്ഷീരസംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. 2,75,000-ലധികം കർഷകർ സജീവ സാന്നിധ്യമായി ക്ഷീരമേഖലയിലുണ്ട്. ഗുണമേന്മ ഉറപ്പാക്കി 20 ലക്ഷം ലിറ്റർ പാൽ പ്രാദേശിക വിപണിയിലായതിനു ശേഷം 15 ലക്ഷം ലിറ്റർ പാൽ മിൽമയ്ക്ക് കൊടുക്കുന്നു. ഇതര സംസ്ഥാനത്തു നിന്നുള്ള പാലിന്റെ ഗുണമേന്മയും ചെക്ക് പോസ്റ്റിൽ തന്നെ പരിശോധിക്കുവാനുള്ള സംവിധാനവുമുണ്ട്. കർഷകരുടെ താൽപര്യം സംരക്ഷിച്ച സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കിയുള്ള പ്രവർത്തനമാണ് ഇടുക്കി ജില്ലയിൽ നടപ്പിലാക്കുന്നത്. ത്രിതല പഞ്ചായത്തുകൾ തീറ്റപ്പുൽ കൃഷി, കാലിത്തീറ്റ തുടങ്ങിയവയ്ക്ക് സബ്സിഡി നൽകി മേഖലയ്ക്ക് മികച്ച പിന്തുണയാണ് നൽകുന്നതെന്നും മന്ത്രി പറഞ്ഞു. നമ്മുടെ പ്രാദേശിക വിപണിയിലായതിനു ശേഷം 15 ലക്ഷം ലിറ്റർ പാല് മിൽമയ്ക്ക് കൊടുക്കുന്ന ഒരു സ്ഥിതി ഇന്ന് കേരളത്തിലാണ്. പാലിന്റെ ഗുണമേന്മയെ സംബന്ധിച്ചുള്ള പരിശോധനകൾ അത് എത്രത്തോളം സ്വീകാര്യമാണ് എന്നതിനെയാണ് ബോധ്യപ്പെട്ട നടത്തുന്ന പരിശ്രമമൊക്കെ നടക്കുമ്പോഴും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഗുണമേന്മ കുറവുള്ള പാൽ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം, ചെക്ക് പോസ്റ്റുകൾ, അതെല്ലാം നിയന്ത്രിച്ചുകൊണ്ടാണ് നമ്മൾ രംഗത്ത് മുന്നേറുന്നത്. മണിയാറൻകുടി സെന്റ് മേരീസ് ചർച്ച് പാരിഷ് ഹാളിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിച്ചൻ നീർണാകുന്നേൽ അധ്യക്ഷത വഹിച്ചു. ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ബെറ്റി ജോഷുവ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പരിപാടിയിൽ 2 പതിറ്റാണ്ടായി പാലളവ് നടത്തുന്ന മണിയാറൻകുടി ക്ഷീരസംഘത്തിലെ മുതിർന്ന ക്ഷീര കർഷകനായ 91 വയസ്സുള്ള തങ്കപ്പൻ ഒഴാങ്കലിനെ അടക്കമുള്ളവരെ ആദരിച്ചു. കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസ്, ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KG സത്യൻ, വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ജേക്കബ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആൻസി തോമസ്, വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിജി ചാക്കോ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഏലിയമ്മ ജോയി, കാമാക്ഷി പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സോണി ചെള്ളാമടം തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, ഇടുക്കി. ശ്രീനാരായണ ഗുരുദേവന്റെ 171-ാം ജയന്തിയുടെ സന്ദേശം വിളിച്ചറിയിച്ച് SNDP യോഗത്തിന്റെ ആഹ്വാനപ്രകാരം രാജാക്കാട് SNDP ശാഖായോഗത്തിന്റെ നേതൃത്വത്തിൽ പതാക ദിനാചരണം സംഘടിപ്പിച്ചു. ശ്രീനാരായണ ഗുരുദേവന്റെ ജയന്തി ആഘോഷം ഇത്തവണ ആത്മീയ ഉണർവോടെ വിപുലമായി നടത്തപ്പെടുന്നതിന്റെ ഭാഗമായിട്ടാണ് പതാക ദിനാചരണം സംഘടിപ്പിച്ചത്. രാജാക്കാട് 1209 നമ്പർ SNDP ശാഖയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ശാഖാ പ്രസിഡന്റ് B സാബു വാവലക്കാട്ട് പതാക ഉയർത്തി. ചിങ്ങം 1 മുതൽ ചതയ ദിനമായ ചിങ്ങം 22 വരെ ശാഖയുടെ കീഴിലുള്ള എല്ലാ വീടുകളിലും പതാക കെട്ടും. ജയന്തിയുടെ ഭാഗമായിട്ട് ഇന്ന് പതാക ദിനമായി ആചരിക്കുകയാണ്. ഇന്ന് രാജാക്കാട് 1209 നമ്പർ SNDP ശാഖായോഗത്തിൻ്റെ വേണ്ടി ഇവിടെയുള്ള എല്ലാവരും വേണ്ടി ഭഗവാന് വേണ്ടിയിട്ട് നമ്മുടെ പതാക ഉയർത്തുകയാണ്. കൊടിയേറ്റ് ചടങ്ങിൽ ശാഖാ വൈസ് പ്രസിഡന്റ് VS ബിജു വെട്ടുകല്ലമാക്കൽ, സെക്രട്ടറി KP സജീവ് കണ്ണശ്ശേരിയിൽ, വനിതാ സംഘം പ്രസിഡന്റ് ദീപ ഷിബു വരിക്കത്തറപ്പേൽ, സെക്രട്ടറി ശുഭ വൈജു മണലേൽ, യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് ശ്രീരാജ മധുരമറ്റത്തിൽ, ജോയിന്റ് സെക്രട്ടറി അനൂപ് മൂലംകുഴിയിൽ, ശാഖാ ഭാരവാഹികളായ വിജയൻ വെള്ളച്ചാലിൽ, സുർജിത് തകിടിക്കൽ,
ഷൈൻ പുളിക്കൽ, സുഭി ഭാസ്കർ, റെജി പുത്തൻപുരയ്ക്കൽ, അനുലാൽ വേട്ടോങ്കുന്നൽ, മോഹനൻ സാക്ഷാങ്കുന്നൽ, മോഹനൻ വട്ടമുറിയിൽ, ഷിബു തേക്കുംകാട്ടിൽ, ദിബിൻ രാജ് കലവനാക്കുന്നൽ, വനിതാ സംഘം, യൂത്ത് മൂവ്മെന്റ്, കുടുംബയോഗം ഭാരവാഹികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, രാജാക്കാട്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ദേവികുളത്ത് ഇടിഞ്ഞ മണ്ണ് നീക്കാൻ നടപടിയില്ല. ശക്തമായ മഴയിൽ മണ്ണ് റോഡിലേക്ക് ഒലിച്ചിറങ്ങിയതോടെ റോഡിലൂടെ ഒരു വാഹനത്തിന് കഷ്ടിച്ചു മാത്രമാണ് കടന്നുപോകാൻ കഴിയുന്നത്. റോഡിന് താഴ്വശത്തുള്ള നിരവധി കുടുംബങ്ങളാണ് അപകടഭീതിയോടെ കഴിയുന്നത്. ശക്തമായ മഴയിലാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ദേവികുളത്ത് മൺതിട്ടയിടിഞ്ഞ് റോഡിലേക്ക് വലിയ രീതിയിൽ മൺകൂന ഒലിച്ചിറങ്ങിയത്. ആദ്യം കുറച്ചു ഭാഗത്ത് മാത്രമായിരുന്നു മണ്ണുണ്ടായിരുന്നത്. എന്നാൽ ഇതിനുശേഷം പെയ്ത ശക്തമായ മഴയിൽ മണ്ണ് കൂടുതൽ റോഡിലേക്ക് ഒലിച്ചെത്തി. ഇതോടെ ഇപ്പോൾ ഒരു വാഹനത്തിന് മാത്രം കഷ്ടിച്ച് കടന്നു പോകാൻ കഴിയുന്ന അവസ്ഥയാണ്. ഇതിന് താഴ്ഭാഗത്തായി നിരവധി വീടുകളാണ് സ്ഥിതി ചെയ്യുന്നത്. അടിയന്തരമായി മണ്ണ് നീക്കം ചെയ്തില്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ മഴ തുടർന്നാൽ റോഡിൽ നിന്നും മണ്ണ് വീടുകൾക്ക് മുകളിലേക്ക് പതിക്കും. മണ്ണ് നീക്കുന്നതിന് നടപടി ആവശ്യപ്പെട്ട് നിരവധി തവണ നാട്ടുകാർ പരാതി നൽകിയെങ്കിലും ദേശീയപാത അധികൃതർ ഇത് കണ്ട ഭാവമില്ല. മഴ പെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ മണ്ണ് മുഴുവനും ആ വീടുകളുടെ മേളിലോട്ട് വന്ന് വീഴും. ആൾക്കാര് പറയുമ്പോ ആൾക്കാര് വന്നേച്ചും പറയും, അവിടുന്ന് ഓഫീസിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ട് പറയും ഇങ്ങനെ നിങ്ങൾ മാറി താമസിക്കാൻ പറയും. പക്ഷെ ഞങ്ങക്ക് എല്ലാവർക്കും ഇങ്ങനെ മാറി താമസിക്കാനൊന്നും പറ്റത്തില്ല. അതിനുള്ള ഒരു വഴി ഞങ്ങൾക്കില്ല. ഇനി ഇതിങ്ങനെ വെക്കുവാണെങ്കിൽ ഞങ്ങൾ ഇനി ഇതിന്റെ നടപടിയായിട്ടോ മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. മണ്ണ് റോഡിലേക്ക് കൂടുതൽ ഒലിച്ചിറങ്ങാൻ തുടങ്ങിയ സമയത്ത് തന്നെ നാട്ടുകാർ ദേവികുളം സബ് കളക്ടറെ കണ്ട് പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തരമായി മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. നിലവിൽ എതിരെ വരുന്ന വാഹനങ്ങൾ കാണാൻ കഴിയാത്തതിനാൽ വലിയ അപകട സാധ്യതയാണ് നിലനിൽക്കുന്നത്. സിറ്റി വിഷൻ, മൂന്നാർ. രാമക്കൻമേട്ടിൽ നെടുങ്കണ്ടം പോലീസ് നടത്തിയ വാഹന പരിശോധനയ്ക്കിടെ 4 കിലോ കഞ്ചാവുമായി 5 യുവാക്കളെ അറസ്റ്റ് ചെയ്തു. ശനിയാഴ്ച പുലർച്ചെ 3:30യോടെയാണ് വാഹന പരിശോധനയ്ക്കിടെ കഞ്ചാവ് കണ്ടെത്തിയത്. ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ ചില്ലറ വിൽപ്പന നടത്തുന്നതിനായി എത്തിച്ച കഞ്ചാവാണ് പിടികൂടിയത്. അടിമാലി വാളറ സ്വദേശികളായ കരുവിപ്പുറത്ത് അനന്തു ഷാജി, ചങ്ങഴശ്ശേരിയിൽ അമൽ, കൊല്ലംപറമ്പിൽ അഖിൽ, ചൂരക്കാട്ട് സൂരജ്, പെരുമ്പാവൂർ സ്വദേശി നെല്ലുംകുഴിയിൽ അക്ഷയ് എന്നിവരാണ് പിടിയിലായത്. കാറിനുള്ളിൽ 5 പേരെ സംശയാസ്പദമായി കണ്ടതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ കാറിനുള്ളിൽ ഒരു ബാഗിൽ 2 പാക്കറ്റുകളിലായി കഞ്ചാവ് കണ്ടെടുക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ തമിഴ്നാട്ടിൽ നിന്നും കഞ്ചാവ് വാങ്ങി കാൽനടയായി രാമക്കൽമേട്ടിൽ എത്തിക്കുകയായിരുന്നുവെന്ന് പ്രതികൾ സമ്മതിച്ചു. പരിങ്ങലുണ്ട് സംശയം തോന്നിയപ്പോഴാണ് ഈ വണ്ടിയിലെ പുറകിൽ ഒരു ബാഗ് കണ്ടത്. ബാഗ് പൊതിഞ്ഞ് കവറിനകത്താക്കി പൊതിഞ്ഞ 2 പാക്കറ്റ് കണ്ടു. എൻ്റെ വെച്ച് അവർ പറഞ്ഞു കഞ്ചാവാണ് തമിഴ്നാട്ടിൽ കൊണ്ടുവന്നാണ്, വിൽപ്പനയ്ക്ക് കൊണ്ടുവന്നാണെന്നും പറഞ്ഞു. അങ്ങനെ കമ്പംപെട്ട് ഇൻസ്പെക്ടറെ വിളിച്ചു സാന്നിധ്യത്തിൽ ദേഹപരിശോധന നടത്തി. ഈ വാഹനവും അതുപോലെ തന്നെ പിടിച്ചെടുത്ത കഞ്ചാവുമായിട്ട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ചില്ലറ വിൽപ്പന നടത്തുന്നതിനാണ് കഞ്ചാവ് എത്തിച്ചത്. പ്രതികൾ ഉപയോഗിച്ചിരുന്ന കാറും ഒരു ബൈക്കും പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. വലിയ പ്രതീക്ഷയോടെ വർഷങ്ങൾ മുമ്പ് പ്രഖ്യാപിച്ച അടിമാലി പഞ്ചായത്തിന്റെ ഉത്തരവാദിത്വ ടൂറിസം പദ്ധതി എവിടെയും എത്തിയില്ല. മൂന്നാറിന്റെ പ്രവേശന കവാടം എന്ന നിലയിൽ വിനോദസഞ്ചാരത്തിന്റെ എല്ലാ സാധ്യതകളെയും പ്രയോജനപ്പെടുത്തി പദ്ധതി യാഥാർത്ഥ്യമാക്കാനായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ സാധ്യതകൾ ഏറെയുണ്ടായിട്ടും അവ പ്രയോജനപ്പെടുത്തുന്ന ഫലപ്രദമായ ഇടപെടൽ ഉണ്ടായിട്ടില്ല. മൂന്നാറിന്റെ പ്രവേശന കവാടം എന്ന നിലയിൽ അടിമാലിയുടെ ഭൂപ്രകൃതിയും വെള്ളച്ചാട്ടങ്ങളും വ്യൂ പോയിന്റുകളും ഒക്കെ പ്രയോജനപ്പെടുത്തി ഉത്തരവാദിത്ത ടൂറിസം പദ്ധതി യാഥാർത്ഥ്യമാക്കാനായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ പദ്ധതി പ്രഖ്യാപിച്ച വർഷങ്ങൾ പിന്നിടുമ്പോഴും പ്രഖ്യാപനത്തിനപ്പുറം ഒന്നും സംഭവിച്ചില്ല. പഞ്ചായത്തിന്റെ ഉൾപ്രദേശങ്ങളായാകെ കൂട്ടിയോജിപ്പിച്ച സഞ്ചാരികൾക്ക് ട്രക്കിങ്ങിനും താമസത്തിനും സൗകര്യമൊരുക്കി വരുമാനം കണ്ടെത്തുകയുമായിരുന്നു പദ്ധതി കൊണ്ട് ലക്ഷ്യമിട്ടിരുന്നത്. സാധ്യതകൾ നിരവധിയുണ്ടായിട്ടും ഇവിടേക്കൊന്നും സഞ്ചാരികളെ ആകർഷിക്കാനോ വരുമാന ലഭ്യത ഉറപ്പാക്കി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനോ കഴിഞ്ഞിട്ടില്ല.
വളരെ ടൂറിസം സാധ്യതകളുള്ള പ്രദേശമാണ്. ഒരുപാട് ആളുകൾക്ക് ഇവിടെ വന്ന് താമസിക്കാനും വിനോദസഞ്ചാരികൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന, നമ്മുടെ നാടിന് തന്നെ വലിയ വികസനം ഉണ്ടാക്കുന്ന ഈ പദ്ധതിയിൽ യാതൊന്നും മുമ്പോട്ട് പോയിട്ടില്ല. യഥാർത്ഥത്തിൽ പഞ്ചായത്ത് അക്കാര്യത്തിൽ വളരെയധികം നിർദ്ദേശങ്ങൾ ക്ഷണിക്കുകയും ഒരുപാട് ആളുകൾ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയെല്ലാം ചെയ്തിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ ആ പദ്ധതി മുമ്പോട്ട് പോയിട്ടില്ല. ഇനിയെങ്കിലും അത്തരം നിർദ്ദേശിക്കപ്പെട്ട പദ്ധതികളിൽ ഏതെങ്കിലുമൊക്കെ തുടങ്ങാൻ, ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു കേട്ടതാണ്. വിനോദസഞ്ചാരത്തിന്റെ സാധ്യതകളെ ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിയിലൂടെ വേണ്ട വിധം പരിപോഷിപ്പിച്ചെടുത്താൽ മൂന്നാറിന്റെ പ്രവേശന കവാടമായ അടിമാലിയുടെ മുഖച്ഛായ തന്നെ മാറിമറിയും. ഈ സാധ്യതകൾ മുമ്പിൽ കണ്ട് സ്വകാര്യ മേഖലയിൽ നിക്ഷേപങ്ങളും പദ്ധതികളുമായി സംരംഭകർ മുമ്പോട്ടെത്തുന്നുണ്ട്. സഞ്ചാരികളെ ആകർഷിക്കാൻ പോകുന്ന വെള്ളച്ചാട്ടങ്ങളും വ്യൂ പോയിന്റുകളും വനമേഖലയുമൊക്കെ അടങ്ങുന്നതാണ് അടിമാലിയുടെ ഭൂപ്രകൃതി. ഈ സാധ്യതകളെ വേണ്ടവിധം പ്രയോജനപ്പെടുത്തണമെന്നാണ് ആവശ്യം. സിറ്റി വിഷൻ, അടിമാലി. കുമളി ചെളിമടയ്ക്ക് സമീപം നടന്ന വാഹനാപകടത്തിൽ 4 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ശബരിമലയിൽ നിന്ന് കുമളിയിലേക്ക് വരികയായിരുന്ന തെലങ്കാന രജിസ്ട്രേഷനിലുള്ള കാറും കുമളിയിൽ നിന്ന് വിനോദസഞ്ചാരികളുമായി പോയ ജീപ്പും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. കാറിലുണ്ടായിരുന്ന 5 പേരിൽ 3 പേരുടെ നില അതീവ ഗുരുതരമാണ്. തെലങ്കാനയിലെ ദേവർകൊണ്ട സ്വദേശികളായ ആറാം ഭരത്, പ്രശാന്ത്, അരവിന്ദ്, കിഷോർ എന്നിവരെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജീപ്പിലുണ്ടായിരുന്ന നീവേലി ബാലാജി എന്നയാൾക്ക് ഗുരുതരമായി പരിക്കേറ്റതിനാൽ തേനി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കാർ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പഞ്ഞക്കർക്കിടകം പടികടന്നു. സമ്പദ് സമൃദ്ധിയുടെ ചിങ്ങപ്പുലരിയെ വരവേറ്റ മലയാളക്കര. ചിങ്ങം കാർഷിക സമൃദ്ധിയുടെ വിളവെടുപ്പ് കാലവും പുതുവർഷാരംഭവും. കർഷക ദിനാചരണങ്ങൾ സംഘടിപ്പിച്ച മലയോരവും. സ്കൂൾ മുറ്റത്തും കാട്ടാന വിളയാട്ടം. കൂട്ടമായി എത്തിയ കാട്ടാനകൾ സ്കൂൾ കെട്ടിടം ഇടിച്ചു നിരത്തി. മൂന്നാർ നൈമക്കാട് ഈസ്റ്റിലുള്ള LP സ്കൂൾ കെട്ടിടമാണ് കാട്ടാനകൾ തകർത്തത്. ഭക്ഷ്യധാന്യങ്ങളും കാട്ടാനക്കൂട്ടം ഭക്ഷിച്ചു. ആദിവാസി ഗോത്രമേഖലകളിലെ ടൂറിസം സാധ്യതകളുടെ പ്രാധാന്യം ഉൾക്കൊണ്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. ഗോത്രവിഭാഗത്തെ സർക്കാർ ചേർത്ത് നിർത്തുകയാണെന്നും മന്ത്രി. സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രങ്ങളിലൊന്നായ വാളറ ചീയപ്പാറയിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് പ്രവർത്തനക്ഷമമാക്കി പോലീസിന്റെ സേവനം ഉറപ്പാക്കണമെന്നാവശ്യം. ഉണ്ടായിരുന്ന എയ്ഡ് പോസ്റ്റ് അടച്ചിട്ട വർഷങ്ങൾ പിന്നിട്ടു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.